അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അക്മലി ഖൽഖില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഷെയ്ഖിനെ നിസ്കാരത്തിൽ ചിന്തിക്കുക, ഷെയ്ഖിൻ്റെ സൂറത്ത് മനസ്സിൽ വരിക. ഒരു വിഭാഗം അത് ഷിർക്കാണെന്നും പാടില്ല എന്നും പറയുമ്പോൾ അത്രത്തോളം വേണോ എന്ന് മറ്റൊരു വിഭാഗം. ഈ വിഷയത്തിൽ മഹാരഥന്മാരായ അയിമ്മത്തുകളും പുണ്യ റസൂലും നമുക്കെന്ത് പറഞ്ഞു തരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. റാബിത്ത എന്ന് പറഞ്ഞിട്ട് ഒന്ന് തസവുഫിലുണ്ട്. ത്വരീഖത്തിൻ്റെ അഹ്ലുകാരടുത്ത് റാബിത്ത എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. മഹാനായ അബുൽ ജനാഹൈൻ ഖാലിദുൻ നഖ്ശബന്ദി അവിടുന്ന് ഗ്രന്ഥത്തിൽ പറയുന്നു, റാബിത്ത എന്ന് പറഞ്ഞാൽ ഒരു മുരീദ് തൻ്റെ ഷെയ്ഖിൽ നിന്ന് പൂർണ്ണനായ ഹക്കിൽ ഫനാ ആയ ലയനം പ്രാപിച്ച തൻ്റെ ഷെയ്ഖിനെ നിന്ന് സഹായം തേടലാണ്, സഹായം നേടലാണ്. ആ ഷെയ്ഖിൻ്റെ സൂറത്തിനെ കൂടുതലായി ശ്രദ്ധിക്കലാണ്. എന്തിനു വേണ്ടി? ലിയതഅദ്ദബ വയസ്തഫീള മിൻഹു, ഷെയ്ഖിനോട് കൂടുള്ള അദബ് പാലിക്കാനും ആ ഷെയ്ഖിൽ നിന്ന് ഫൈള് നേട്ടം ഗുണങ്ങൾ നേടിയെടുക്കാനും. ഷെയ്ഖിൻ്റെ സന്നിധിയിൽ എന്നതുപോലെ അസാന്നിധ്യത്തിലും ഷെയ്ഖിൻ്റെ സൂറത്ത് തസവുറാക്കുമ്പോൾ, മനസ്സിൽ കൊണ്ടുവരുമ്പോൾ അവന് ഏകാഗ്രതയും പ്രകാശവും അവന് ലഭിക്കും. ഒളിവ് അവൻ്റെ ഹൃദയത്തിലേക്ക് വരും. വയൻസജിറു ബിസബബിഹ അൻ സഫാസിഫിൽ ഉമൂർ, അത് മുഖേന മോശമായ കാര്യങ്ങളിൽ നിന്നെല്ലാം അവന് മോചനമുണ്ടാകും. ഇതാണ് മഹാനായ ഖാലിദുൻ നഖ്ശബന്ദി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിസാലയിൽ നമ്മെ പഠിപ്പിക്കുന്നത്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഔലിയായിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞത്, അല്ലദീന ഇദാ റുഉ, അവരെ കാണപ്പെട്ടാൽ, അവരെ ദർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദുഃഖിറല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കപ്പെടും. അപ്പം അള്ളാഹുവിൻ്റെ സ്മരണക്ക് കാരണമാകുന്നതാണ് മഹത്തുക്കളായ ആളുകളെ ഓർക്കൽ. ഇമാം നസായി അത് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അസ്മാ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്നു, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ശ്രേഷ്ഠരായ ആളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, അതേ നബിയെ. റസൂലുള്ള പറഞ്ഞു, നിങ്ങളിൽ ശ്രേഷ്ഠർ, ഉത്തമർ, അല്ലദീന ഇദാ റുഉ ദുഃഖിറല്ലാഹ്, അവരെ കാണപ്പെടുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ സ്മരണ വരും. ഈ ഹദീസ് ഇബ്നു മാജ, അഹ്മദ്, ബുഖാരി റളിയല്ലാഹു അൻഹും
ബുഖാരി ഇമാം തൻ്റെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിനന്നാസി മഫാത്തിഹു ലിദിക്രില്ലാ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിൻ്റെ സ്മരണക്കുള്ള, അള്ളാഹുവിൻ്റെ ദിക്റിനക്കുള്ള മിഫ്താഹുകളാണ്, താക്കോലുകളാണ്. അവരെ കാണപ്പെടുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ഓർമ്മ വരും. അങ്ങനെ മഹാരഥന്മാരായ മഹത്തുക്കളെ ഓർക്കുന്നത് മുഖേന, അവരെ കാണുന്നത് മുഖേന നമുക്ക് അള്ളാഹുവിൻ്റെ ഓർമ്മ വരും. അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരെ ഓർക്കേണ്ടതും അത് അതിനുള്ള ഒരു വഴിയുമാണ്. അത് ജീവിതകാലത്ത് തന്നെ ഓർക്കണം എന്നോ മരണശേഷം ഓർക്കാൻ പാടില്ല എന്നോ നിസ്കാരത്തിൽ അങ്ങനെ ആകാൻ പാടില്ല എന്നോ ഒന്നുമില്ലാതെ ആമാണ് ആ ഹദീസ്. തന്നെയുമല്ല, ഇമാം അൽ ഖുതുബു ഷഅറാനി റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പറയുന്നു, ഒരു മുരീദിന് ഫഇല്ലം യതയസ്സർ ലിൽ മുരീദി സ്വലാത്തുൽ ജുമുഅത്തി ഇൻദ ഉസ്താദിഹി. ഒരു മുരീദിന് തൻ്റെ ഷെയ്ഖിൻ്റെ അടുത്ത് ജുമുഅ നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫല്യതഖയ്യൽഹു ഇൻദഹു ഫി അയ്യി മസ്ജിദിൻ സ്വല്ലാ ഫീഹി. അവൻ ആ നിസ്കരിക്കുന്ന ഏത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോഴും ആ നിസ്കരിക്കുന്ന സമയത്ത് തൻ്റെ ഷെയ്ഖിൻ്റെ സന്നിധിയിലാണ് നിസ്കരിക്കുന്നത്, തൻ്റെ ഷെയ്ഖിൻ്റെ സാന്നിധ്യത്തിലാണ് നിസ്കരിക്കുന്നത് എന്ന് അവൻ്റെ മനസ്സിൽ കൊണ്ടുവരട്ടെ എന്നാണ് ഇമാമുന ഷഅറാനി റളിയല്ലാഹു തആല അൻഹു അവിടുന്നിൻ്റെ അൽ അൻവാറുൽ ഖുദുസിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. മഹാനവർകൾ വീണ്ടും പറയുന്നു, അൻവാറുൽ ഖുദുസിയയിൽ തന്നെ കാണാം, ഒരു മുരീദിൻ്റെ അവസ്ഥയിൽ പെട്ടതാണ് ഇദാ ദക്കറല്ലാഹ തആല, അവൻ ദിക്ർ ചെല്ലുന്ന സമയത്ത്, ഔ ഫഅല ഇബാദത്തം മിനൽ ഇബാദാത്തി, ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും, അൻ യസ്തഹ്ളിറ നളറ ഷൈഖിഹി ഇലൈഹി, തൻ്റെ ഷെയ്ഖ് തന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അവൻ്റെ മനസ്സിൽ കൊണ്ടുവരണം. തൻ്റെ ഷെയ്ഖിൻ്റെ സന്നിധിയിലാണ്, തൻ്റെ ഷെയ്ഖ് തന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ലി യതഅദ്ദബ, അപ്പോഴാണ് അവൻ അദബ് വരിക. വയളുമ്മ ശതാത ഖൽബിഹി, അത് മുഖേന അവൻ്റെ ഹൃദയത്തിൻ്റെ ഛിദ്രതയെ ഏകീകരിക്കാൻ കഴിയും, പതർച്ച ഇല്ലാതെയാക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ നിരവധി ഗ്രന്ഥങ്ങളിൽ മഹാരഥന്മാരായ അയിമ്മത്തുകൾ, തസവുഫിൻ്റെ ഇമാമുകൾ റാബിത്ത വിശദീകരിക്കുന്നുണ്ട്. അത് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മഹാരഥന്മാരായ ആരിഫീങ്ങളെ, തൻ്റെ ഷെയ്ഖിനെ ഒക്കെ മനസ്സിൽ കൊണ്ടുവരുന്നത് വസ്വാസില്ലാതാക്കാനും ആ ഫൈലും നൂറും തന്നിലേക്ക് വരാനും സാധ്യമാകുന്നതാണ്. തസവുഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനയുടെ കുറവ് ഇതുപോലുള്ളത് കേൾക്കുമ്പോഴേക്ക് നമുക്ക് അരോചകമായി തോന്നും. അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. തസവുഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ ആണ് ആ വിഷയങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അദബുകൾ, ഇഖ്ലാസ് ഉണ്ടാവാൻ ചില സംഗതികളൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ മാത്രം മുൻഹസിറാണ് ഇഖ്ലാസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇഖ്ലാസ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ത്വരീഖത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഷെയ്ഖും മുരീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത്, തീർത്തും ആധികാരികമായി പറയേണ്ടത് അത് തസവുഫിൻ്റെ അയിമ്മത്തുകളാണ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതം റളിയല്ലാഹു തആല അൻഹു തന്നെ
അത് വിശദീകരിച്ചതാണ്. ഓരോ ഫന്നും അതിൻ്റെ ആളുകളിൽ നിന്നാണ് അത് മനസ്സിലാക്കേണ്ടത്, അവരുടെ വിഷയമാണ് അതിൽ അവലംബിക്കേണ്ടത്. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ആരിഫീങ്ങളെ, ഔലിയാവിനെ മനസ്സിൽ കൊണ്ടുവരിക, അവരെ ഓർക്കുക, അവരെ കാണുക, അതേത് രൂപത്തിലാവട്ടെ കാണുന്നത്, അത് അള്ളാഹുവിനെ ഓർക്കാൻ കാരണമാണ്. അതുതന്നെയാണ് ഇമാം അൽ ഖുതുബ് ഷഅറാനി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അൽ അൻവാറുൽ ഖുദുസിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് വിശദീകരിച്ച് തന്നത്. മഹാരഥന്മാരുടെ ഫൈളും മദതും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ